ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദി വേൾഡ് ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന AI മോഡൽ ലോകത്തിനു മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടാമത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. കേരളത്തിൽ നിന്നും 60 പേർ പങ്കെടുക്കും. ഭീകരതയില്ലാത്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 70ാമത് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് വിതരണം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ തമിഴ്നാട് 1ാം സ്ഥാനത്ത്. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദി വേൾഡ് എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷമായ AI മോഡൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പ് യോഗത്തിന് ന്യൂഡൽഹിയിലെ വസതിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ പരിവർത്തനം സാധ്യമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത മാസം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ഉച്ചകോടിയിലേക്ക് യോഗ്യത നേടിയ 12 ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പുകൾ യോഗത്തിൽ പങ്കെടുത്തു. നിർമ്മിത ബുദ്ധിയും മനുഷ്യശേഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹൈബ്രിഡ് സംവിധാനം പൊതുഭരണ നിർവഹണത്തിന് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ AI ബന്ധപ്പെട്ട് നടന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവി വെല്ലുവിളികൾ നേരിടുന്നതിനും മികച്ച പ്രതികരണ ശേഷിയുള്ളതും ഫലപ്രദവുമായ ഒരു പൊതുഭരണം കെട്ടിപ്പടുക്കുന്നതിന് ഈ ഹൈബ്രിഡ് സംവിധാനം നിർണായകമാകുമെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. രണ്ടാമത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. 4 ദിവസത്തെ പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ വികസിത ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ പങ്കുവയ്ക്കും. ഈ മാസം 12-ന് നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കേരളത്തെ പ്രതിനിധീകരിച്ച് 60ഓളം യുവതി യുവാക്കൾ ഇതിന്റെ ഭാഗമാകും. ഭീകരതയില്ലാത്ത ജമ്മു കാശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീരിനുണ്ടായ ഗുണങ്ങൾ നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സുരക്ഷാ ഏജൻസികൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനമായ IICDEM-ന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഈ മാസം 21 മുതൽ 23 വരെയാണ് IICDEM നടക്കുക. റോഡ് അപകടങ്ങളിൽ ഇരകളാകുന്നവർക്കുള്ള പണരഹിത ചികിത്സാ സഹായ പദ്ധതിക്ക് പ്രധാനമന്ത്രി ഉടൻ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത മന്ത്രിമാരുടെ 43ാമത് യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇതിലൂടെ 7 ദിവസത്തേക്ക് കുറഞ്ഞത് 1,50,000 രൂപയുടെ ചികിത്സാ സഹായം ലഭ്യമാകുമെന്നും ശ്രീ നിതിൻ ഗഡ്കരി അറിയിച്ചു. देश में कहीं भी अगर एक्सीडेंट होता है, पहली बात जो इसको एक्सीडेंट होने के बाद हॉस्पिटल तक पहुंचाएगा तो उसको हमने राहवीर बोला है और उसको हम 25,000 रुपए का अवार्ड देंगे. दूसरी बात, कोई भी हॉस्पिटल में प्राइवेट, पब्लिक, सरकारी कोई भी, उसको जहां एडमिट किया जाएगा वहां मिनिमम 7 दिन का 1.5 लाख रुपए तक का खर्चा हम देंगे. 70ാമത് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് വിതരണം ചെയ്യും. 100 റെയിൽവേ ഉദ്യോഗസ്ഥർക്കും മികച്ച റെയിൽവേ സോണുകൾക്കുള്ള 26 പുരസ്കാരങ്ങളുമാണ് സമ്മാനിക്കുക. മഹാകുംഭ് ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ സുരക്ഷിതവും തടസ്സരഹിതവുമായ യാത്ര ഉറപ്പാക്കിയ ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നൽകിയ സംഭാവനകൾക്ക് ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന BJP യോഗങ്ങളിലും കേരള കൗമുദി കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കേരളത്തിലെത്തും. പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം രാവിലെ പങ്കെടുക്കും. കോട്ടയം വാഴൂർ സെന്റ് പോൾസ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ശ്രീ ജോർജ് കുര്യൻ ഉച്ചയ്ക്ക് ശേഷം ഉദ്ഘാടനം നിർവഹിക്കും.
രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 തുടക്കം കുറിച്ച പ്രഗതി സംരംഭത്തിന്റെ 50ാമത് യോഗം വിജയകരമായി നടന്നു. നിരവധി അടിസ്ഥാന സൌകര്യ പദ്ധതികൾ യഥാസമയം പൂർത്തിയാക്കുന്നതിൽ പ്രഗതി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഊർജ്ജ മേഖലയിൽ പ്രഗതി പ്ലാറ്റ്ഫോം സുപ്രധാന സംഭാവനകളാണ് നൽകിയത്. 10.53 ലക്ഷം കോടി രൂപയുടെ 237 വൈദ്യുതി പദ്ധതികളാണ് അവലോകനം ചെയ്തത്. ഗദർവാര, തെർമൽ, ഖേത്രി, നരേല ട്രാൻസ്മിഷൻ പദ്ധതികൾ എന്നിവ അതിവേഗ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ആദ്യ ഭാഗം ഇന്ന് ഉച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യും. ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും കലാപരിപാടികളുമായി കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കായിക രംഗം മുതൽ യാത്രകൾ വരെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ഇന്നലെ നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ നടന്നത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കായി മാതൃകാ നിയമസഭയും സംഘടിപ്പിച്ചു. പുസ്തകോത്സവ വേദിയിൽ ഇന്ന് രാവിലെ 11:30 മണി മുതൽ വിവിധ പാനൽ ചർച്ചകൾക്ക് തുടക്കമാകും. വൈകിട്ട് 5 മണി മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. കേരളത്തിൽ SIRുമായി ബന്ധപ്പെട്ട് VIP പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗ് ഹാജരാകാതെ തന്നെ രേഖകൾ സമർപ്പിച്ച് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. രേഖകളുടെ കാര്യത്തിൽ തൃപ്തരെങ്കിൽ ഉടൻ നടപടി പൂർത്തിയാക്കാനുള്ള അധികാരം ERO, AEROമാരിൽ നിക്ഷിപ്തമാണ്. ഹിയറിംഗിന് ഹാജരാകേണ്ട തീയതികളിൽ തൃപ്തികരമായ രേഖകൾ സമർപ്പിക്കുന്ന പക്ഷം പ്രവാസി VIP വോട്ടർമാരെ ഇലക്ടറൽ റോളിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം ERONETയിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും VVPATകളുടെയും 1ാം ഘട്ട പരിശോധന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകനായ തുരേഷ് ചന്ദ്ര കണ്ണൂരിൽ വിലയിരുത്തി. EVM വെയർഹൌസിലെത്തി മെഷീനുകളുടെ വൃത്തിയാക്കൽ മുതൽ ഓരോ ഘട്ടങ്ങളും അദ്ദേഹം പരിശോധിച്ചു. തുടർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് നിരീക്ഷകൻ മടങ്ങിയത്. വനിതാ ശിശു വികസനത്തിന് പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംയോജിത ഡിജിറ്റൽ പോർട്ടൽ പൻഖുടിക്ക് തുടക്കം കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. വ്യക്തികൾ, പ്രവാസി ഇന്ത്യക്കാർ, സർക്കാരിതര സംഘടനകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സംഭാവന ചെയ്യുന്നവർ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വനിതാ ശിശു വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസികൾ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏകജാലക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായാണ് പൻഖുടി വികസിപ്പിച്ചിരിക്കുന്നത്. പോഷകാഹാരം, ആരോഗ്യം, ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും, ശിശുക്ഷേമം, സംരക്ഷണവും പുനരധിവാസവും, വനിതാ സുരക്ഷയും ശാക്തീകരണവും ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ സന്നദ്ധവും സ്ഥാപനപരവുമായ സംഭാവനകളെ കാര്യക്ഷമമാക്കുകയും ഏകീകരിക്കുകയും ചെയ്യുന്നതാണ് പൻഖുടി. സുതാര്യത, ഉത്തരവാദിത്തം, നിരീക്ഷണം എന്നിവ ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പോർട്ടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ, നിർവഹണ ഏജൻസികൾ, പൌരസമൂഹ സ്ഥാപനങ്ങൾ, പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള പങ്കാളികൾ എന്നിവരുമായി സഹകരണം സാധ്യമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡിയുവിലെ ഖോഗ്ല ബീച്ചിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ തമിഴ്നാട് 1ാം സ്ഥാനത്ത്. പുരുഷന്മാരുടെ ബീച്ച് വോളിബോളിൽ ഗോവ സ്വർണം സ്വന്തമാക്കി. കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ജപ്പാന്റെ അക്കാനെ യമാഗുച്ചിയെ നേരിടും. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ ജോഡികളായ സാത്വിക് സായിരാജ്, രംഗറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ഇന്തോനേഷ്യൻ ജോഡികളെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദി വേൾഡ് ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന AI മോഡൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2ാമത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. കേരളത്തിൽ നിന്നും 60 പേർ പങ്കെടുക്കും. ഭീകരതയില്ലാത്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 70ാമത് അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് വിതരണം ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ തമിഴ്നാട് 1ാം സ്ഥാനത്ത്. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.